ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് ആലൻ മോട്ടോഴ്സിന്റെ കല്ലുവാതക്കൽ ഷോറൂമിൽ നിന്നാണ്. ഇവിടെ നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടി മുതൽ പ്രീമിയം സെഗ്മെന്റ് വണ്ടി വരെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്കത് 0 ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാം. ഇത് 2019 മാരുതി സുസുക്കി ബെലേനോ സിംഗിൾ ഓണർ വണ്ടി, 70,000 കിലോമീറ്റർ, 69,000 ലാസ്റ്റ് സർവീസ് ചെയ്ത മാരുതി ബെലേനോ ടോപ്പ് വേരിയന്റ് ആൽഫ, 70,000 കിലോമീറ്റർ. ടോപ്പ് എൻഡ് ആണ്, അതുകൊണ്ട് പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അലോയ്സ്, ഡ്യുവൽ എയർ ബാഗ്, ABS എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് നിങ്ങൾക്ക് പരിചയപ്പെടാൻ 2017 മോഡൽ വോക്സ്വാഗൺ അമിയോ കംഫോർട്ട് ലൈന് പെട്രോൾ വേരിയന്റ് സിംഗിൾ ഓണർ, 22,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. റീസെന്റ് സർവീസ് ചെയ്ത വാഹനം. നിങ്ങൾക്ക് ഏകദേശം ഒരു 25,000 ഡൗൺ പേയ്മെന്റ് നമ്മൾക്ക് സ്വന്തമാക്കാം. പക്ക കമ്പനി സർവീസ്. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 7 സീറ്റർ വാഹനമാണ്. ടാറ്റയുടെ ഹെക്സ 2017 മോഡല് ടാറ്റ ഹെക്സ XM ഡീസൽ വേരിയന്റ്, 1,16,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. നിങ്ങൾക്ക് ഏകദേശം ഒരു 50,000 60,000 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോട് കൂടി സാധനം, ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ. അടുത്തതായി നിങ്ങൾക്ക് പരിചയം പറഞ്ഞാൽ മാരുതി തന്നെ ഇഷ്ട വാഹനം 2021 മോഡൽ മാരുതി സ്വിഫ്റ്റ് VX സിംഗിൾ ഓണർ വാഹനം, 23,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം, ഫുൾ കമ്പനി സർവീസ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടിയ വാഹനം, വേറെ അല്ലാതെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാകാം വെറും 20,000 ഡൗൺ പേയ്മെന്റ്. അടുത്തത് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് 2016 മോഡല് ഹുണ്ടായി SX പ്ലസ് ക്രെറ്റ സിംഗിൾ ഓണർ പെട്രോൾ വേരിയന്റ്, 36,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം, ഫുൾ കമ്പനി സർവീസ്, ആനിവേഴ്സറി എഡീഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. സിംഗിൾ RC ആണ്, വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, കമ്പനി സർവീസ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് 2020 മോഡലിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ടാറ്റ ടിയാഗോ XZ വേരിയന്റ് പെട്രോള് സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക്, 19,500 കിലോമീറ്റർ, പക്ക കമ്പനി സർവീസ്. ഈ വാഹനം നിങ്ങൾക്ക് ഏകദേശം 0 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വീണ്ടും ടാറ്റയുടെ തന്നെ വാഹനം പരിചയപ്പെടാം. ടാറ്റ ടിയാഗോ തന്നെ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. 2022 മോഡല് സിംഗിൾ ഓണർ, 14,500 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. XZ ടോപ്പ് വേരിയന്റ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ്, ABS, പിന്നെ ഹെർമാന്റെ തന്നെ സ്പീക്കർ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കവേർഡ് ആണ്. അത്യാവശ്യം വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അടുത്തതായി പരിചയപ്പെടുന്നത് 2016 മോഡൽ മാരുതി ബ്രസ ഡീസൽ വേരിയന്റ് സിംഗിൾ ഓണർ ആണ്, ഫുൾ കമ്പനി സർവീസോടുകൂടി വാഹനം. LD ആണ്, LD കൺവേർട്ടഡ് BD ആണ്. അതായത് ഇതിനകത്ത് അലോയ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 4 പുതിയ ടയർ, വേറെ അല്ലാതെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. കമ്പനിയുടെ തന്നെ സീറ്റും ഒരു 7 സീറ്റർ ഡീസൽ വാഹനം പരിചയപ്പെടാം. 2016 മോഡൽ മഹീന്ദ്ര TUV 300 T6 പ്ലസ് സിംഗിൾ ഓണർ, 73,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം, ഫുൾ കമ്പനി സർവീസ്, ഡ്യുവൽ എയർ ബാഗ്, ABS, 4 പുതിയ ടയർ, കമ്പനിയുടെ ഇൻബിൽറ്റ് പ്ലെയർ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിലൂടെ വാഹനം. ഇത് ഏകദേശം ഫുൾ ഫിനാൻസിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്തതായി നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടാം 2018 മോഡല് ടാറ്റ ടിയാഗോ XZ പ്ലസ് സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, ടോപ്പ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിനകത്ത് തന്നെ കവേർഡ് ആണ്. ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, കമ്പനിയുടെ ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക് എല്ലാം തന്നെ ഇതിനകത്ത് കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഏകദേശം ഫുൾ ഫിനാൻസിലൂടെ നമുക്ക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടാൻ 2018 മോഡല് ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, 38,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം, ഡ്യുവൽ എയർ ബാഗ്, ABS, 4 ടയർ, അത്യാവശ്യം 70% ടയർ ഭാഗമുള്ള വാഹനം, 38,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഏകദേശം ഫുൾ ഫിനാൻസോടുകൂടി ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ 2017 മോഡൽ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ കമ്പനി സർവീസ്, റെഡിഗോ, 73,000 കിലോമീറ്റർ മാത്രം ഓടിയാണ്. ഏകദേശം മാസം 5,000 രൂപ മാത്രം EMI വരുന്ന വാഹനം. ലോ ബഡ്ജറ്റ് വാഹനം, ലോ EMI നമ്മൾക്ക്